പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA മോചിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം എന്നറിയുന്നു. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് അന്വേഷണ ചുമതല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വരുന്നു, അപ്പോൾ അതിന് കൃത്യമായി വനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് എന്നൊക്കെ അറിയുന്നു. മറുഭാഗത്താണെങ്കിൽ രാഷ്ട്രീയമായൊക്കെ CPM KU ജനീഷ് കുമാർ MLAക്ക് വലിയ പിന്തുണയുമായി രംഗത്ത് ഇതിനോടകം വന്നിട്ടുമുണ്ട്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം ഉണ്ടാകുക? മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് CPM വലിയ പിന്തുണ MLAക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റീന. എന്തായാലും ഇന്ന് വനമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം ദക്ഷിണ മേഖല ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായി ലഭ്യമായ വിവരം. ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. തൽസ്ഥിതി എന്താണ് അവിടെ നടന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമികമായി റിപ്പോർട്ട് വനമന്ത്രിക്ക് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും MLAക്ക് പിന്തുണമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ MLAയുടെ ഭീഷണിയിൽ പൂർണ്ണമായി പാർട്ടി MLAക്കൊപ്പം നിൽക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച DF ഓഫീസിലേക്ക്, കോൺ DF ഓഫീസിലേക്ക് CPMന്റെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. അരുവാപ്പുറം കൂടൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതിഷേധം പോകുന്നത്. ജില്ലാതലത്തിൽ തന്നെ പാർട്ടി ഇത്തരത്തിൽ MLAക്കൊപ്പം നിൽക്കാം, ഈ വിഷയങ്ങളിൽ വനം വകുപ്പിനെതിരെയുള്ള ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത്. ഇത് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ പാർട്ടിയെ സജീവമാക്കുക, ജനകീയ വിഷയം എന്നൊരു തലത്തിൽ അതിൽ ഇടപെടലുകൾ നടത്തുക എന്നുകൂടി ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഇത്തരം ഒരു നിലപാട് എന്തായാലും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ വിവാദം മുറുകുകയാണ്. ഇത് ഒരു ജില്ലാ വിഷയം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ തന്നെ CPM വനം വകുപ്പ് പോര് എന്ന തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. KU ജനീഷ് കുമാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും തൽക്കാലം അദ്ദേഹം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. രാവിലെ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചെങ്കിലും നിലവിൽ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുത്ത അമർഷത്തിലാണ്. ആ അമർഷം എങ്ങനെ ഇല്ലാതാക്കും എന്ന കാര്യവും ഇനി കണ്ടറിയേണ്ടതുണ്ട്. അതിനുകൂടിയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെട്ടതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കണ്ടറിയാം വനം ജനപ്രതിനിധി പോര് അത് എങ്ങോട്ട്, ഏത് തലത്തിൽ പോകും, എങ്ങനെ അവസാനിക്കുമെന്ന്. പ്രജിൻ ക്രിസ്റ്റീന. യെസ്, അതാണ് ജയശങ്കർ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ, ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭരിക്കുന്നത് LDF ആണ്, നമുക്കറിയാം. അപ്പോൾ CPM ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള MLA KU ജനീഷ് കുമാറിനെതിരെയാണ് പക്ഷേ അന്വേഷണം എന്നുള്ളതാണ്. അതിൽ വനമന്ത്രി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്നുള്ളതൊക്കെ LDFൽ എങ്ങനെയായിരിക്കും ചർച്ചയാവുക എന്നതുകൂടി ഉണ്ട്. അതുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നത് നമുക്ക് കണ്ടറിയാം.